പരിശുദ്ധമായ പരിപാവനമായ ഷഅബാൻ മാസത്തിൻ്റെ ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള ദിവസങ്ങൾ ഷഅബാൻ മുഴുവനായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചുരുക്കി ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരുകയാണ്. അവസാനം വരെ വീഡിയോ കാണാൻ മറക്കരുതേ. പരിപാവനമായ ഷഅബാൻ മാസത്തിൽ നമ്മൾ ഷഅബാനിൻ്റെ തുടക്കം മുതൽ തന്നെ അവസാനം വരെ നമ്മൾ പറയേണ്ട ഒരു ദിക്ർ മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞു അല്ലേ. ആദ്യത്തെ പത്തിൽ ഒരു ദിക്ർ പറഞ്ഞു, അതുപോലെ രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിലൊക്കെ നമ്മൾ വ്യത്യസ്തമായ ഒരുപാട് തസ്ബീഹുകളും ദുആകളൊക്കെ പറഞ്ഞു വരാൻ. ഇതുപോലെ ഷഅബാൻ മാസത്തിൻ്റെ എല്ലാ ദിവസവും മുടങ്ങാതെ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു 3 വാചകം, ഒരു 3 കുറഞ്ഞതാണ്, ഒരു വലുതൊന്നുമല്ല, ചെറിയ ഒരു ദിക്ർ. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ അർത്ഥവും പറയാം, അതെപ്പോഴാണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. 1000 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ ദിക്ർ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു സൂറത്ത്, വേറൊന്നുമല്ല, സൂറത്ത് ദുഹാൻ. സൂറത്ത് ദുഹാൻ നമുക്കറിയാമല്ലോ ഓതാൻ. സൂറത്ത് ദുഹാൻ ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന 7ഓളം വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. ആ പ്രതിഫലങ്ങൾ കൂടി എന്താണെന്ന് കേട്ടിട്ട് സൂറത്ത് ദുഹാൻ നമ്മൾ ഓതണം. എങ്ങനെ ഓതണം? മാത്രമല്ല ഈ സൂറത്ത് ദുഹാൻ ഈ വിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ എങ്ങനെയാണ് ഓതേണ്ടത്, അങ്ങനെ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്, അതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ ഈ ഷഅബാൻ മാസത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഷഅബാൻ മാസത്തിൻ്റെ 1 മുതൽ 30 ദിവസം വരെ നമ്മൾ മുടങ്ങാതെ പറയണമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ പരിപാവനമായ പരിശുദ്ധമായ ഈ ഷഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം മുതൽ 15-ാം, അതായത് ബറാഅത്ത് രാവ് വരെ നമ്മൾ സ്ഥിരമായി, അതായത് ഇനിയുള്ള ദിവസങ്ങൾ 15ഓളം ദിവസങ്ങൾ എല്ലാ ദിവസവും 15 വട്ടം ആവർത്തിച്ച് ഓതണം. എന്ത്? സൂറത്തു ദുഹാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ. അങ്ങനെ ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്, അതെങ്ങനെയാണ് ഓതേണ്ടത്, ഏത് സമയത്താണ് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്കത് അതിലേക്ക് കടക്കാം. അപ്പോൾ പരിപാവനമായ ഷഅബാൻ മാസത്തിലാണ് മുത്തു മുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റജബ്, കഴിഞ്ഞുപോയ റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കണമെന്ന് ഒരുപാട് പേര് ഓരോ ദിവസം പറയാറുണ്ട്. റഹ്മാനായ റബ്ബ് ആരെല്ലാം നമ്മളോട് എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ ഈ പരിപാവനമായ മാസങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലും ബറക്കത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിപാവനമായ ഈ ഷഅബാൻ മാസം, ഷഅബാൻ മാസത്തിന് പല പേരുകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു പേര് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഷഹ്റുസ് സ്വലാത്ത്, സ്വലാത്തിൻ്റെ മാസം എന്നാണ്. ഷഅബാനു ഷഹ്രി, ഷഅബാൻ എൻ്റെ മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തത്തോട് ചേർത്ത് പറഞ്ഞ പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഒരു മാസമാണ് പരിപാവനമായ ഷഅബാൻ. ആ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മാസത്തെ ബഹുമാനിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടമാണോ അതൊക്കെ നമ്മളും ചെയ്യാൻ ശ്രമിക്കുക. നബി തങ്ങളുടെ സുന്നത്തുകൾ, അവിടുത്തെ സ്വലാത്തുകളൊക്കെ നമ്മൾ പരമാവധി ഈ മാസത്തിൽ അധികരിപ്പിച്ചാൽ നബി തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, കാന മഈ ഫിൽ ജന്ന, അവൻ ആരാണ്, എൻ്റെ കൂടെ നാളെ സ്വർഗത്തിലാണെന്നാണ്. അപ്പം അത്രമാത്രം ശ്രേഷ്ഠതകളും പവിത്രതകളുമുള്ള ഒരു മാസമാണ് പരിപാവനമായ ഷഅബാൻ. ഇനി എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ഷഅബാൻ മാസത്തിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു. അത് ഏത് സ്വലാത്താവട്ടെ, ഏതറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഗുണമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പരമാവധി ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക. ഇപ്പോൾ ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം, നമ്മൾ ദുആകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ റജബ് മാസത്തിൻ്റെ റജബ് 27-ാം രാവിൻ്റെയൊക്കെ അന്ന് നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി അല്ലേ. ഒരുപാട് ദിക്ർ ചൊല്ലി ഒരുപാട് ലക്ഷക്കണക്കിന് ഉമ്മമാരും ഉപ്പമാരുമാണ് അൽഹംദുലില്ലാഹ് മജ്‌ലിസിലൊക്കെ പങ്കെടുത്തത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പരിപാവനമായ ഷഅബാൻ മാസത്തിലാണ്. അപ്പോൾ റജബ് മാസത്തിൽ ചൊല്ലിയ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് തസ്ബീഹാത്തുകളുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഷഅബാനിലും ആവർത്തിച്ചു പോകണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഈ ഷഅബാനിൽ ചോദിക്കേണ്ട ബറക്കത്താണ്. റജബ് മാസത്തിൽ നമ്മൾ ഒരു ദുആ പറഞ്ഞല്ലോ. ഏതാണ് ആ ദുആ? ബറക്കത്തിനെ ചോദിച്ചിട്ടുള്ള അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആ നമ്മൾ ഈ ഷഅബാൻ മാസത്തിലും അധികരിപ്പിക്കണേ. ഒന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, കഴിഞ്ഞുപോയ റജബിൽ നീ ഒരുപാട് ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്തു. അല്ലാഹു, ആ ബറക്കത്ത് നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. അല്ലെങ്കിൽ റജബിൽ ഒരുപാട് ബറക്കത്ത് ചെയ്തു, അതുപോലെ ഈ ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ ആരോഗ്യത്തോടെ ആഫിയത്തോടെ എത്തിക്കണേ അല്ലാ. അതും മറന്നു പോരുത്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരുപാട് ദറജകൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ദിക്റും ഈ പരിപാവനമായ ഷഅബാൻ മാസത്തിൽ പറയാൻ എൻ്റെ ഉമ്മമാരുപ്പമാര് വിട്ടുപോകരുത്. ഇനി ഈ ഷഅബാൻ മാസത്തിൻ്റെ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇനി ഏതെല്ലാം ദിവസമുണ്ടോ എല്ലാ ദിവസവും ഷഅബാൻ 30 ദിവസവും അതല്ലാത്ത മാസത്തിലും ദിവസത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അത്ഭുതപ്പെടുത്തുന്ന, അതായത് 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ ഈ ദിക്ർ ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണെന്നാണ്. യാ റബ്ബ്. അപ്പോൾ എത്രമാത്രം ഒരു എന്താ പറയുക പവറായിരിക്കും ആ ദിക്റിന് ഉണ്ടാവുക അല്ലേ? ദിക്റുകൾക്ക് എത്രമാത്രം പവറായിരിക്കും ഉണ്ടാവുക. നമുക്കൊന്ന് കേട്ടാലോ ഏതാണ് ആ ദിക്റെന്ന്. മാത്രമല്ല ഈ ദിക്ർ ചൊല്ലിയാൽ നിരവധി വേറെയും ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അതായത് തിന്മകളുടെ വഴികൾ, എന്തെങ്കിലുമൊക്കെ ഒരു മോശപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു തആല മാറ്റിത്തരും. മാത്രമല്ല നമ്മുടെ ഈ നന്മയും തിന്മയും എഴുതുന്ന കിതാബുണ്ടല്ലോ, ആ കിതാബിൽ തിന്മകൾ അത് മായ്ക്കപ്പെട്ട് അത് നന്മകളാക്കി നമുക്ക് രൂപീകരിക്കപ്പെടാനും ഈ ഒരു ദിക്ർ കാരണമാണ്. പിന്നെയോ ഇത് ചൊല്ലിയ ആളുകൾക്ക് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ, സുദ്ദീഖീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല അവസരം കൊടുക്കുന്നതാണ്. മാത്രമല്ല ആഖിറത്തിൽ വരുമ്പോൾ മുഖം തിളങ്ങുന്നവരായിട്ട് മഹ്ശറയിലേക്ക് വരുമെന്നൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകൾ മഹത്തുക്കൾ ഈ ഒരു ദിക്റിനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഏതാണ് ആ ദിക്ർ? ഷഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ തുടങ്ങണം. എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം. എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം പറ്റുമെങ്കിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ഈ ഒരു ദിക്ർ പറയണം. ഇല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ പരിപാവനമായ ഈ ഷഅബാൻ മാസത്തിൻ്റെ പുണ്യമായ ദിക്റിൻ്റെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ദിക്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആവർത്തിച്ചു പറയുക. ചുരുങ്ങിയത് എല്ലാ വഖത്ത് നിസ്കാരത്തിന് ശേഷവും ഒരു 3 വട്ടമെങ്കിൽ, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷമോ എന്തായാലും നമ്മൾ ഈ ഒരു ദിക്ർ പറയാൻ മറന്നു പോകരുത്. ചുരുങ്ങിയത് ഒരു 3 വട്ടമെങ്കിലും പറയുക. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന ദിക്റാൻ. ഇനി ഏതാണ് ആ ദിക്ർ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെയും ആരാധിക്കുന്നില്ല. വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, നിന്നെ അല്ലാതെ ഞങ്ങൾ വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ആരാധ്യനില്ല, നിന്നെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയുമില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥതയോടെയുള്ള ആരാധനക്ക് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ എന്ന് പറയുന്ന അതിപവിത്രമായ ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ദിക്ർ ഇപ്പം തന്നെ ഒരു 3 വട്ടം പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഇതാണ് ആ പുണ്യമായ ദിക്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ മറന്നു പോകരുത്. ഇനിയുള്ള എല്ലാ ഷഅബാൻ മാസത്തിൻ്റെ ദിനത്തിലും നമ്മൾ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ചുരുങ്ങിയതൊരു 3 വട്ടമെങ്കിലും ഈ ദിക്ർ പറയാൻ വിട്ടുപോകരുത്. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഷഅബാൻ മാസത്തിൻ്റെ തുടക്കമാണല്ലോ. ഷഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം മുതൽ
പവിത്രതകൾ ഏറെ നിറഞ്ഞ ബറാഅത്ത് രാവ് വരെയുള്ള ആ ഒരു എല്ലാ ദിവസവും, അതായത് ഇനിയുള്ള ദിവസങ്ങൾ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പ്രത്യേകം നല്ലതാണ് ഓതൽ. എന്ത്? വിശുദ്ധമായ സൂറത്തു ദുഖാൻ, സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ, ആദ്യത്തെ 8 ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ടെന്നാണ്. ഇപ്പോൾ ഈ സൂറത്തു ദുഖാൻ അല്ലാതെ തന്നെ ഓതുമ്പോൾ ഒരുപാട് പ്രതിഫലമുണ്ട്. അതായത് വിശുദ്ധമായ ഖുർആനിലെ 44-ാമത്തെ സൂറത്ത്, 59 ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ്. ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു തആല നമുക്ക് തരുമെന്ന് നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു സൂറത്താണ്. അതായത് ദുന്യാവ്, ആഖിറം, നരകം, സ്വർഗം, ശിക്ഷ, നന്മ, തിന്മ, ഖിയാമത്ത് നാൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ. സൂറത്തു ദുഖാൻ, ദുഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുക എന്നാണ് അർത്ഥം. അതായത് ഖിയാമത്ത് നാളിൻ്റെ സമയത്ത് യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ആ ഭാഗത്ത് നിന്നും ഒരു പുക പുറപ്പെടുമെന്നാണ്. ഒരു തീയും ഒരു പുകയുമൊക്കെ ആയിട്ട് പുറപ്പെടും. ലോകം മുഴുവനും ആ പുക ഇങ്ങനെ നിറയുമെന്നാണ്. അപ്പോൾ അതിലേക്കൊക്കെ സൂചിപ്പിച്ചിട്ടാണ് ദുഖാൻ എന്നൊരു പേര് ഈ സൂറത്തിന് വന്നിട്ടുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഈ സൂറത്ത്, സൂറത്ത് ദുഖാൻ. ഇത് ശഅബാൻ മാസത്തിൽ മാത്രം ഓതേണ്ട സൂറത്തൊന്നുമല്ല കേട്ടോ, എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഓതാം. മൻ ഖറഅ ഹാമീൻ ദുഖാൻ ഫീ ലൈലത്തുൽ ജുമുഅ, അതായത് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിൽ സൂറത്ത് ദുഖാൻ ഓതിയാൽ ഗുഫിറ ലഹു, അവനിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. പിന്നെയോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖറഅ ഹാമീൻ ദുഖാൻ, ഒരു മനുഷ്യൻ ഈ ഒരു സൂറത്ത് ദുഖാൻ ഓതിയാൽ ലൈലത്തുൽ ജുമുഅ രാവിൽ വ്യാഴാഴ്ച രാത്രി ഓതിയാൽ, ഔ യൗമൽ ജുമുഅ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ ഓതിയാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുമെന്നാണ്. യാ റബ്ബ്. പിന്നെയോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ ഹാമീൻ ദുഖാൻ, ഒരാൾ ഈ സൂറത്ത് ദുഖാൻ ഓതിയാൽ ഫീ ലൈലത്തിൻ, രാത്രി ഒരു മനുഷ്യൻ സൂറത്ത് ദുഖാൻ ഓതിയാൽ 70,000 മലക്കുകൾ പാപമോചനം തേടും അവനിക്ക് വേണ്ടി. എപ്പോ? രാവിലെ വരെ, രാവിലെ ഓതിയാൽ വൈകിട്ട് വരെ, അങ്ങനെ മാറി മാറി അല്ലാഹു തആല അവനിക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവനിക്ക് അല്ലാഹു തആല ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടം അവൻ്റെ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നൊക്കെ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതിയെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയാണ് ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 1-ാമത്തെ ദിനം മുതൽ 14-ാം രാവ് വരെയുള്ള ആ സമയത്ത് നമ്മൾ ഓതുക. ഏത് സമയത്ത് വേണമെങ്കിലും ഓതാം. ആദ്യത്തെ 8 ആയത്തുകൾ 15 വട്ടം ആവർത്തിച്ചോദണം. 15 വട്ടം ആവർത്തിച്ച് ആദ്യത്തെ 8 ആയത്തുകൾ ഓതുക. എന്നിട്ടോ 14-ാം രാവിൽ, അതായത് ബറാഅത്ത് രാവിൽ 30 വട്ടം ആദ്യത്തെ ആയത്തുകൾ ആവർത്തിച്ച് ഓതിയാൽ, എന്നിട്ട് ആ സൂറത്ത് മൊത്തം ഓതി തീർത്താൽ, എന്നിട്ട് ദുആ എന്നാൽ എന്ത് കാര്യമാണോ ചോദിക്കുന്നത് പിന്നീട് ആ കാര്യം അള്ളാഹുവിനോട് പിന്നെ മടക്കി ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അതിനു മുമ്പ് അല്ലാഹു തആല അത് കൊടുക്കുമെന്നാണ്. ഒന്നുകൂടി പറയാം. അതായത് പരിപാവനമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം മുതൽ, ഇനി ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങളിനി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എപ്പോഴാണോ കാണുന്നത് അന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നല്ല ഇഖ്ലാസോടുകൂടി 14-ാം രാവ് വരെ നിങ്ങൾ ഓതുക. എപ്പോൾ? എത്ര വട്ടം? ആദ്യത്തെ 8 ആയത്തുകൾ 15 വട്ടം ആവർത്തിച്ച് ഓതുക. എന്നിട്ടോ ബറാഅത്ത് രാവിൻ്റെ അന്ന് എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ 8 ആയത്തുകൾ 30 പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും എന്നിട്ട് ബാക്കി സൂറത്ത് മൊത്തം ഓതി തീർക്കുകയും ചെയ്തിട്ട് ദുആ ചെയ്താൽ, എന്ത് കാര്യത്തിനാണോ നമ്മൾ ദുആ ഇറക്കുന്നത് ആ കാര്യം പിന്നീട് അള്ളാഹുവിനേക്ക് മടക്കി ചോദിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവെ കടങ്ങൾ മാറ്റിത്തരണേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ ആ ദുആ നമ്മൾ ആവർത്തിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് അള്ളാഹു നമ്മുടെ കടം വീട്ടിത്തരുമെന്നൊക്കെ മഹത്തുക്കൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഓതേണ്ടത് നല്ല ആത്മാർത്ഥതയോടെ ആവണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യത്തെ 8 ആയത്തുകൾ നമുക്കൊന്ന് ഓതി നോക്കാം. അതിനു മുമ്പ് മറ്റൊരു പ്രതിഫലം പറയുന്നത്, ദുന്യാവിൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കടങ്ങൾ, ഇടങ്ങേറ്, കള്ളക്കേസുകളിൽ പെട്ടുപോയ ആളുകൾ അതിൽ നിന്നെല്ലാം സലാമത്താവാനും ഈ സൂറത്ത് ദുഖാൻ പറ്റുന്നതാണ്. മരണസമയത്ത് പിശാചിൻ്റെ ഉപദ്രവമില്ലാതെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മെ പൊതിയാൻ ഈ സൂറത്ത് ഓതുന്നവർക്ക് അല്ലാഹു തആല സൗഭാഗ്യം കൊടുക്കുന്നതാണ്. പിന്നെ ആഖിറത്തിൽ ഒരുപാട് ദറജകൾ അല്ലാഹു തആല ഉയർത്തുന്നതും ഈ സൂറത്ത് ഓതുന്നവരുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടമാണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകതകൾ, നേട്ടങ്ങൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് നോദിയാലോ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ
إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين صدق الله العظيم. അപ്പോൾ ഇതാണ് ആദ്യത്തെ 8 ആയത്ത്. ഇത് ഈ ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് ഓതുക. അപ്പോൾ നമ്മൾ ഓതിയ ഈ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 15 ഇത് വളരെ ചുരുങ്ങിയൊരു സമയം മതി അല്ലേ, വളരെ ചുരുങ്ങിയൊരു സമയം മതി. 15 പ്രാവശ്യം ആവർത്തിച്ച് ഓതുക. എന്നിട്ടോ ബറാഅത്ത് രാവിൻ്റെ ആ സമയത്ത് നമ്മൾ 30 വട്ടം ഈ ആയത്തുകൾ ആവർത്തിച്ച് ഓതി സൂറത്ത് പൂർത്തിയാക്കി ഓതി എന്നിട്ട് നമ്മൾ ദുആ എന്നാൽ ഒരുപാട് നേട്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സൂറത്ത് ദുഖാനിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. പിന്നീട് നമ്മൾ പറഞ്ഞ ആ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന ആ ഒരു പുണ്യമായ ദിക്ർ അത് ആവർത്തിച്ച് പറയാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് പറ്റുന്നതുപോലെ സുന്നത്തായ നോമ്പുകൾ നമുക്ക് പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കണ്ട് സുന്നത്തായി നോമ്പ് പിടിച്ച ഒരു മാസം കൂടിയാണ് പരിപാവനമായ ശഅബാൻ. അപ്പോൾ അതുകൊണ്ട് ശഅബാൻ മാസത്തിൻ്റെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നിയത്തിൽ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ശഅബാനിലെ നോമ്പ് പിടിക്കാവുന്നതാണ്. പിന്നെ പരമാവധി നമ്മൾ സൂറത്തുകൾ, ആയത്തുകൾ, അതുപോലെ തന്നെ അറിയാവുന്ന ദിക്റുകൾ, ദുആകൾ അതൊക്കെ അധികരിപ്പിക്കുക. വിശുദ്ധമായ റമളാനിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, റമളാനിലേക്ക് നമ്മൾ അതിഥിയായി റമളാൻ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് അതിഥി വരുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി വരുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ശഅബാനിലെ നമ്മൾ തയ്യാറായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റജബ് കടന്നുപോയി. ആ റജബിൽ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ അമലും അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ശഅബാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും അതെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുന്ന, അതുവഴി നമുക്ക് സ്വർഗ്ഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വരുന്ന റമളാൻ, ആ റമളാൻ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ പടച്ചവന് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. അതൊക്കെ നിത്യമായി ചെയ്യാൻ ഞാനും ശ്രമിക്കണം, നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീക്ക് തരുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു, ഇതുപോലെ മറ്റുള്ളവർക്ക് കൂടി കാണാൻ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ രക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ദുആ രക്കാൻ പറഞ്ഞ ഒരുപാട് ഉപ്പമാരൊക്കെ ഉണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുവേ, നീ അവരുടെയൊക്കെ മനസ്സറിയുന്നവനാണ്. അവരുടെയൊക്കെ മനസ്സിൽ എന്താണോ ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ അതൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. എല്ലാ വിധത്തിലുള്ള ഇടങ്ങേറുകളും കണ്ണേറ് സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ശഅബാനിനെ ഒരുപാട് നന്മകൾ കൊണ്ട് ഞങ്ങൾക്ക് മുഖരിതമാക്കാൻ, ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള തൗഫീക്ക് തരണേ അല്ലാ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.